പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അദ്ദേഹമാണ് നിലവിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ സുനിൽ അരിമാനു എസ് ജീവൻകുമാർ അദ്ദേഹം കൂടി ചേരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. സുനിൽ, ഏതൊക്കെ നേതാക്കൾ നിലവിലെത്തിയിട്ടുണ്ട്? നാളെ സെൻട്രൽ കമ്മിറ്റി സമാപിക്കും. ഈ യോഗത്തിനോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പൊതുസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗം ചേരുന്നത്. മുമ്പ് കേരളത്തിൽ പലപ്പോഴും സെൻട്രൽ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടെങ്കിലും ആ CC മീറ്റിങ്ങുകൾ നടന്നത് എറണാകുളത്തും അതുപോലെ കോഴിക്കോടും ഒക്കെ വെച്ചാണ്. തിരുവനന്തപുരത്ത് വെച്ച് ആദ്യമായിട്ടാണ് ഈ സെൻട്രൽ കമ്മിറ്റി യോഗം ഇവിടെ ചേരുന്നത്. അങ്ങനെ ഇതംപ്രഥമമായി നമ്മുടെ ജില്ലയിൽ തലസ്ഥാന നഗരിയിൽ ചേരുന്ന CC യോഗത്തോടനുബന്ധിച്ചാണ് ഈ യോഗം ഇവിടെ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ സുപ്രധാനമായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം ഇവിടെ ചേരുന്നത്. CPM-ൻ്റെ നേതൃത്വ നിരയാകെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി നേതാക്കന്മാർ നിങ്ങളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ കരുതുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ ഇന്ന് പ്രധാനമായും പങ്കെടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. സഖാവ് സീതാറാം യെച്ചൂരിയെ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറിയും പാർട്ടി PB അംഗവുമായ സഖാവ് പ്രകാശ് കാരാട്ട് എന്നിവിടെ ഈ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. സഖാവ് പ്രകാശ് കാരാട്ടിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ അഭിമാനമായ സഖാവ് പിണറായി ഈ വേദിയിലെത്തിയിട്ടുണ്ട്. സഖാവിനെ വളരെ ഹാർദവത്തോടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുക. നമ്മുടെ പ്രിയങ്കരനായ സാബ് SRP ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. സാബ് SRPക്ക് സ്വാഗതം ആശംസിക്കുക. സഖാവ് MA ബേബി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. സഖാവ് MA ബേബിക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ PV മെമ്പർമാരൊട്ടാകെ ഈ യോഗത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുവാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മളെല്ലാം പ്രിയങ്കരനായ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി PB അംഗം കോടിയേരി ബാലകൃഷ്ണനെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ മുഴുവൻ സഖാക്കൾ ഇന്ന് കൃത്യസമയത്ത് തന്നെ 5:30 യോഗം ആരംഭിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. കൃത്യം 5:30 മുമ്പായി തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്ന ജില്ലയുടെ എല്ലാ മേഖലയിൽ നിന്നും എത്തിച്ചേർന്ന പ്രിയങ്കരായ പാർട്ടി സഖാക്കൾക്ക്, നാട്ടുകാർക്ക്, അനുഭാവികൾക്ക് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, മറ്റെല്ലാ മുഴുവൻ സഖാക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട കോടിയേരിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. സഹോദരന്മാരെ, സഖാക്കളെ, CPM-ൻ്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സമാപിക്കാൻ പോകുന്നത്. 5-ാം തീയതി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗവും തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി.
16 അംഗ പോളിറ്റ് ബ്യൂറോവിൽ സഖാവ് മണിക് സർക്കാരിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ത്രിപുരയിൽ ഭൂമികുലുക്കം ഉണ്ടായതുകൊണ്ട് ആ സംസ്ഥാനത്ത് നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്ത പ്രത്യേക സ്ഥിതിവിശേഷം വന്നതുകൊണ്ടാണ് ത്രിപുര മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാതെ പോയത്. സഖാവ് വൃന്ദ കാരാട്ട് അവരുടെ ഒരു ബന്ധുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് സഖാവ് ഇന്ന് രാവിലെ ചെന്നൈയിലേക്ക് പോയതുകൊണ്ട് ഈ 2 സഖാക്കൾ ഒഴികെ ബാക്കി 14 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾക്കെല്ലാം അവരെ കാണാനുള്ള അവസരം ലഭ്യമാകാൻ പോവുകയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലുള്ള ചുരുക്കം ചിലരൊഴികെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 90ഓളം കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ, പ്രത്യേകം ക്ഷണിതാക്കൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നേരത്തെ നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനവും തിരുവനന്തപുരത്ത് വെച്ച് നേരത്തെ ചേരുകയുണ്ടായി. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗം എന്ന നിലയിൽ പ്രത്യേകമായി തിരുവനന്തപുരത്ത് ചേരുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് കോഴിക്കോട് വെച്ചും എറണാകുളത്ത് വെച്ചും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേർന്നിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ഒരു മഹാസമ്മേളനമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIM സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് ഐയുടെയും BJP-യുടെയും കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങൾക്കെതിരെ RSS-ൻ്റെ വർഗീയവൽക്കരണ നയങ്ങൾക്കെതിരെ ഒരു ബദൽ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് പോരാടുന്ന CPIM-ലാണ് ജനങ്ങൾ ഭാവി കാണുന്നത് എന്നതുകൊണ്ടാണ് രാജ്യത്തിലെ ജനങ്ങൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ, അതെല്ലാം വിശദീകരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രത്യേകമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളാൽ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണിത്. ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയും മറ്റ് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും പോളിറ്റ് ബ്യൂറോ ചെന്നെത്തിയ നിഗമനങ്ങളും ഈ സമ്മേളനത്തിന് മുമ്പാകെ പ്രതിപാദിക്കാൻ പോവുകയാണ്. അത്തരം കാര്യങ്ങളിലൊന്നും അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വിശദമായി പ്രതിപാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് 8 മാസമാകുന്നു. ഇലക്ഷൻ കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനും ലക്ഷ്യം നേടാതിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തോട് വൈര്യനിര്യാതന സമീപനമാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ സമീപകാലത്ത് റേഷൻ വിതരണ രംഗത്ത് വർന്നുയർന്ന പ്രതിസന്ധിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം
കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനാണ്. കേരളത്തിൽ 1965 മുതൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്. എല്ലാവർക്കും ആളോഹരി റേഷൻ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സഖാവ് AKജിയും സഖാവ് EMSഉം പാർട്ടി നേതാക്കന്മാരും കേരളത്തിലെ ബഹുജനങ്ങളും നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് 1965 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിന് കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന് ആവശ്യമായിട്ടുള്ള അരി കേന്ദ്രം നൽകാം എന്ന കരാറുണ്ടാക്കിയത്. ഓരോ വർഷവും ആവശ്യമായി വരുന്ന റേഷൻ അരി കേന്ദ്രം നൽകും. കേരളം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമെന്നുള്ള നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് നെൽകൃഷിയുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അന്ന് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നത്. എന്നാൽ നരസിംഹറാവു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ AK ആൻ്റണി കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് APL BPL എന്ന പേരിൽ 2 തരം കാർഡ് സമ്പ്രദായം കൊണ്ടുവന്ന് അനൗപചാരിക റേഷൻ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച നയത്തിൻ്റെ ഫലമായിരുന്നു APL BPL എന്ന നിലയിൽ കാർഡ് ഉടമസ്ഥന്മാരെ കൊണ്ട് അന്ന് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം. ആ തീരുമാനത്തെ ശക്തമായി വിയോജിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നിലനിർത്താൻ സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുകയും ദുർബല ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ സൗജന്യം നൽകുന്നതിനുള്ള നടപടിയാണ് കേരളത്തിൽ സ്വീകരിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഫലമായാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകൾ മുൻകാലങ്ങളിലെല്ലാം പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. 2006 ഇടതുപക്ഷ സർക്കാർ, അന്ന് അധികാരത്തിലുണ്ടായിരുന്ന VS സർക്കാർ കേരളത്തിൽ റേഷൻ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക്, BPL കുടുംബത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന പദ്ധതിക്ക് 2006 ഗവൺമെൻറ് തുടക്കം കുറിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഫലമായി ദുർബല ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് റേഷൻ സമ്പ്രദായം കാര്യക്ഷമമായി നടന്നു വന്ന ഒരു സംസ്ഥാനമായി കേരളം തുടരുകയായിരുന്നു. എന്നാൽ 2013 കേന്ദ്രം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി. ആ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഒരു റേഷൻ കാർഡിന് 25 കിലോ എന്നത് മാറി ഒരാൾക്ക് 5 കിലോ, മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഒരാൾക്ക് 5 കിലോ 3 രൂപ വാങ്ങിക്കൊണ്ട് കൊടുക്കണം എന്നാണ് ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ തീരുമാനിച്ചിരുന്നത്. മുൻഗണനാ ലിസ്റ്റിൽ പെടാത്തവർക്ക് 2 കിലോ അരി പ്രതിമാസം കൊടുത്താൽ മതി. ആ 2 കിലോ അരിക്ക് നമ്മുടെ ജനറൽ സെക്രട്ടറി എത്തിക്കഴിഞ്ഞു. No. ആ 2 കിലോ അരിക്ക് മുൻഗണനാ ലിസ്റ്റിൽ പെടാത്തവരുടെ കയ്യിൽ നിന്ന് 8 രൂപ 90 പൈസ വാങ്ങണമെന്നും കേന്ദ്രം അനുശാസിച്ചു.
എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് നടപ്പാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അത് നടപ്പാക്കണമെന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് BJP സർക്കാർ ഒരു നിർബന്ധവും പാലിച്ചില്ല. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി BJP സർക്കാർ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നവംബർ 1 മുതൽ കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പാക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നൽകിക്കൊണ്ടിരുന്ന കേന്ദ്ര അരിവിഹിതം പൂർണ്ണമായി നിർത്തലാക്കും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ ഇത് നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിതമായിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഫലമായി കേരളത്തിൽ വന്നു ചേർന്ന സാഹചര്യം ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് കേന്ദ്രം തന്നെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് 46% പേരെയാണ് മുൻഗണനാ ലിസ്റ്റിലുള്ളവരായി പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 1,54,00,000 പേർക്കാണ് മുൻഗണനാ ലിസ്റ്റ് പ്രകാരം 3 രൂപ നിരക്കിൽ 5 കിലോ അരി കൊടുക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ 98 ലക്ഷം പേർക്ക് സൗജന്യമായി അരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്രത്തിൻ്റെ ഈ നിർദ്ദേശം അതേപടി കേരളത്തിൽ നടപ്പിലാക്കിയാൽ 98 ലക്ഷം പേർക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ഇല്ലാതാകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം വന്നു ചേരും. ഇത് കണക്കിലെടുത്ത് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത് മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള 1,54,00,000 പേർക്കും സൗജന്യമായിട്ട് അരി കൊടുക്കാം എന്ന തീരുമാനം ഇടതുപക്ഷ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് പ്രകാരം നേരത്തെ സൗജന്യമായി അരി കിട്ടിക്കൊണ്ടിരിക്കുന്നവരിൽ 1/2 കോടിയിലധികം ആളുകൾക്ക് ഈ സൗജന്യമായ അരി നൽകാനുള്ള തീരുമാനമാണ് LDF ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ മുൻഗണനാ ലിസ്റ്റിൽപ്പെടാത്തവർക്ക് ഗുരുതരമായ പ്രത്യാഘാതമാണ് ഇതിൻ്റെ ഫലമായി വന്നു ചേരാൻ പോകുന്നത്. 3,40,00,000 പേരിൽ 1,54,00,000 പേർക്ക് ഈ സൗജന്യം കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് 2 കിലോ അരി മാത്രം കൊടുത്താൽ മതി എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം കേരളത്തിൽ സാമൂഹ്യമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് അത് അതേപടി നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് LDF സർക്കാർ മറ്റൊരു തീരുമാനം കൈക്കൊണ്ടു. സ്റ്റേറ്റ് BPL പെട്ടിട്ടുള്ള പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കേന്ദ്രം 8 രൂപ 90 തരുന്ന അരി 2 രൂപക്ക് കൊടുക്കാനും അത് 3 കിലോ അരിയായി വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷ സർക്കാർ എടുത്ത തീരുമാനമാണ്. എന്നാൽ ഇതിലും പെടാത്ത 60 ലക്ഷത്തിൽ പരം ആളുകൾക്ക് 2 കിലോ അരി 8 രൂപ 90 കൊടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ വന്നുചേർന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാവർക്കും ആളോഹരി റേഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നടപ്പാക്കാൻ ആവശ്യമായ അരി കേന്ദ്രം കേരളത്തിൽ നൽകണം. ഇന്ന് നൽകുന്ന അരി 14 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ് കേന്ദ്രം കേരളത്തിൽ നൽകുന്നത്. ഈ 14 ലക്ഷം മെട്രിക് ടൺ അരി എന്നുള്ളത് 16 ലക്ഷം മെട്രിക് ടൺ അരിയായി വർദ്ധിപ്പിച്ചാൽ മാത്രമേ എല്ലാവർക്കും 5 കിലോ അരി നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരു വീട്ടിലുള്ളവന് 5 കിലോ അരി കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവന് 2 കിലോ മാത്രം കൊടുത്താൽ മതി എന്നുള്ള യുക്തിരഹിതമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ ഒരു നില വന്നു ചേർന്നാൽ പരസ്യ മാർക്കറ്റിൽ അരിയുടെ വില വർദ്ധിക്കും. സമീപകാലത്ത്
പരസ്യ മാർക്കറ്റിൽ അരിയുടെ വില വർദ്ധിക്കാനിടയായത് BJP ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ നിലപാടിന്റെ ഫലമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള റേഷൻ പ്രശ്നത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഈ സമീപനം തിരുത്തുക തന്നെ വേണം. കേരളത്തിലെ എല്ലാവർക്കും ആളോഹരി റേഷൻ 5 കിലോ എങ്കിലും ലഭ്യമാക്കത്തക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സാധ്യമാകണമെങ്കിൽ കേന്ദ്രത്തിന്റെ അരിവിഹിതം വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളൂ. പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തെ ഇതിനു വേണ്ടി സമീപിച്ചു. മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെയും കണ്ട് നിവേദനം നടത്തി. അവർ ഇപ്പോഴും തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന UPA സർക്കാർ എടുത്ത തീരുമാനമാണ്, അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷത്തിന് കോൺഗ്രസും BJPയും ഒരുപോലെ ഉത്തരവാദികളാണ്. കേരളത്തിലെ റേഷൻ വിതരണ രംഗത്തുണ്ടായ ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദികളായ കോൺഗ്രസെയും BJPയും തങ്ങളുടെ ഉത്തരവാദിത്വം മറച്ചു പിടിച്ചുകൊണ്ട് ഇതിൽ രക്ഷപ്പെടാൻ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രക്ഷോഭം, സമരം പ്രഖ്യാപിച്ച് നടക്കുകയാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ പഠിപ്പിച്ച് ഇതിന് ഉത്തരവാദികളായ BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ച് കേരളത്തിന് അർഹതപ്പെട്ട ഈ അരിവിഹിതം നേടിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണം. ഈ ജനുവരി മാസം 12-ന് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലെ വിവിധ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനപങ്കാളിത്തത്തോടു കൂടിയ പ്രകടനവും ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കാൻ LDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ഫെബ്രുവരി മാസം 18-ാം തീയതി രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നടത്താൻ LDF സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ ആനുകൂല്യം നേടിയെടുക്കുന്നത് വരെ ഒരു പ്രക്ഷോഭണം നാം നടത്തേണ്ടതായിട്ട് വരും. ഈ പ്രക്ഷോഭണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ BJP തയ്യാറുണ്ടോ? കോൺഗ്രസ് തയ്യാറുണ്ടോ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചേർന്നുകൊണ്ട് ഈ കേരളത്തിന് അർഹതപ്പെട്ട അരിവിഹിതം നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച നടപടികളും മാനദണ്ഡങ്ങളുമാണ് അർഹതപ്പെട്ട ഒട്ടേറെ പേർ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോയിട്ടുള്ളത്. ഇപ്പോൾ 16 ലക്ഷം അപേക്ഷകളാണ്, പരാതികളാണ് അത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ആ പരാതികളെല്ലാം ഓരോന്നായി പരിശോധിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള ആളുകൾക്ക് തന്നെ മുൻഗണനാ ലിസ്റ്റിൽ പെടുത്താനുള്ള നടപടി ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുൻഗണനാ ലിസ്റ്റിൽ പെടാത്തവർക്കും ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ അരി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നമാണ് കേരളത്തിൽ ഇന്ന് സജീവമായ ഒരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാനുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ജനങ്ങളുടെ ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താൻ സഹായകമായ വിധത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കാൻ CPM പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഇന്ന് കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ പ്രശ്നം നമ്മുടെ പ്രവർത്തനത്തിന് പ്രതിബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വന്നുയർന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെ സഖാക്കൾ, നേതാക്കന്മാർ സംസാരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ സമ്പദ്ഘടനയെ അത് ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്.
5000 കോടി രൂപ ഈ വർഷം റവന്യൂ വരുമാനം നഷ്ടപ്പെടും എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാധാരണ ജനവിഭാഗങ്ങൾക്ക് ആശ്വാസങ്ങൾ ഒന്നുപോലും നിർത്തിവെക്കാത്ത സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഇലക്ഷൻ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനമായിരുന്നു 600 രൂപ പെൻഷൻ 1000 ഉറുപ്പിയാക്കി വർദ്ധിപ്പിക്കാം എന്നത്. അത് വീട്ടിലെത്തിച്ചു തരും എന്ന് വാഗ്ദാനം ചെയ്തു. LDF സർക്കാർ അധികാരമേറ്റെടുത്ത 1ാമത്തെ ദിവസം തന്നെ ആ വാഗ്ദാനം നടപ്പാക്കാൻ 600 രൂപ 1000 രൂപയായി വർദ്ധിപ്പിക്കുകയും 37 ലക്ഷം പേർക്ക് 3700 കോടി രൂപയാണ് ഓണത്തിന് മുമ്പ് ദുർബല ജനവിഭാഗങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞത്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. കുടിശ്ശിക തീർത്തു കൊടുത്തു. മുമ്പത്തെ UDF ഭരണകാലത്ത് ഒരിക്കൽ ഒരു കുടിശ്ശിക കൊടുത്താൽ പിന്നെ കുടിശ്ശിക കിട്ടണമെങ്കിൽ 2 കൊല്ലം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഓണത്തിന് ശേഷം ഈ ക്രിസ്മസ് കാലത്ത് 3 മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇടതുപക്ഷ മുന്നണി സർക്കാർ തീരുമാനിച്ചില്ലേ? മറ്റേതെങ്കിലും ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ആ പെൻഷനായിരുന്നു ആദ്യം നിർത്തിവെക്കുക. പക്ഷേ ഇടതുപക്ഷ സർക്കാർ അത് നിർത്തിവെക്കുകയല്ല ചെയ്യുന്നത്. ആ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കാൻ, വീട്ടിലെത്തിച്ചു നൽകണമെന്ന് പറഞ്ഞ ആരുടെ കയ്യിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ബാങ്കിൽ വഴി തന്നാൽ മതി എന്ന് പറഞ്ഞവർക്ക് ബാങ്കിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ വാക്കുപാലിച്ചു. 35 ലക്ഷം പേർക്ക് ഈ കുടിശ്ശിക ഈ ക്രിസ്മസിന് മുമ്പ് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. അപ്പോൾ EPF പെൻഷൻ വാങ്ങുന്നവർക്ക് കുറേ പേർക്ക് ഈ പെൻഷൻ ലഭിക്കാതെ പോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു. ധനകാര്യമന്ത്രി സഖാവ് തോമസ് ഐസക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കി. EPF പെൻഷൻ വാങ്ങുന്നു എന്നതുകൊണ്ട് അർഹതപ്പെട്ട ഒരാൾക്ക് പോലും സാമൂഹ്യ സുരക്ഷ പെൻഷൻ നിഷേധിക്കുകയില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ദുർബല ജനവിഭാഗങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു സർക്കാർ ഈ കേരളത്തിലുണ്ട്. 8 മാസത്തെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച്, കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഒരു ഭാഗത്ത് RSSഉം വേറൊരു ഭാഗത്ത് മാവോയിസ്റ്റുകളും തീവ്രവാദ ശക്തികളും NDF പോലുള്ള ശക്തികളും STPI പോലുള്ളവരും വലിയ തോതിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ നാം ജാഗ്രത പാലിക്കണം. കേരളത്തിൽ ക്രമസമാധാന തകർച്ചയാണെന്ന് സ്ഥാപിച്ച് അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇത്തരം ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSS സംഘടിതമായി പാർട്ടിക്കെതിരായുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 CPM പ്രവർത്തകന്മാർ ഈ ചുരുങ്ങിയ മാസക്കാലം കൊണ്ട് അവർ കൊലപ്പെടുത്തി. പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു. പാർട്ടി നേതാക്കന്മാരുടെ വീടുകൾ ആക്രമിക്കുന്നു. 300-ൽ പരം പാർട്ടി നേതാക്കന്മാർ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഇത് നമ്മളെ പ്രകോപിപ്പിക്കാനാണ്. ബോംബും തോക്കും വരെ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. RSS ഈ ക്രിസ്മസ് കാലത്ത് 30 കേന്ദ്രങ്ങളിൽ ആയുധ പരിശീലനം നടത്തി. ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. എന്തിനു വേണ്ടിയാണിത്? കേന്ദ്രം ഭരിക്കുന്നൊരു കക്ഷി ഈ കേരളത്തിലെ ക്രമസമാധാന തകർക്കാൻ ആസൂത്രിതമായി നടത്തുന്ന അക്രമ പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. RSS നടത്തുന്ന പ്രകോപനത്തിൽ നമ്മുടെ സഖാക്കൾ പെട്ടുപോകരുത്. നാം ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ച് അക്രമകാരികളെ ഒറ്റപ്പെടുത്തി ജനപിന്തുണ നേടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് പിന്നിൽ ജനങ്ങളെ അണിനിരത്താൻ
പ്രവർത്തിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രിക്ക് നേരത്തെ സ്വീകരണം കൊടുത്തതാ. വേഗം എടുക്ക്. സഖാവ് പ്രകാശ് കാരാട്ട്, സഖാവ് ബിമൻ ബാസു, സഖാവ് എം എ ബേബി, അടുത്തിരിക്കുന്ന സഖാവ് ബി രാഘവലു, സഖാവ് ഹനൻ മുള്ള, സഖാവ് എ കെ പത്മനാഭൻ, സഖാവ് ജി രാമകൃഷ്ണൻ, സഖാവ് മുഹമ്മദ് സലീം, അടുത്തായി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. സഖാവ് കെ എൻ ബാലഗോപാൽ തർജ്ജമ ചെയ്യും. പ്രിയപ്പെട്ട സഹകളെ, സുഹൃത്തുക്കളെ, எனக்கு மலையாளம் அறியல, என் மாதృభాష தெலுங்கானா. அதுக்கு தான் நான் இங்கிலீஷில் சம்சாரிக்கிறேன். காம்ரேட் பாலகோபால் டிரான்ஸ்லேட் பண்ணுவோம். So all my leaders of the CPIM on the dais, my dear brothers and sisters, this is the first time that the Central Committee of the party is meeting in Kerala after the historic victory to the LDF that all of you have given in the last assembly elections. On behalf of the Politburo and the Central Committee, I would wish to convey our revolutionary greetings to the people of Kerala who have reposed their faith in the left and democratic traditions of the government in Kerala to work for the betterment not only of Kerala but also to show a direction for India in this complex situation in the country today. ഈ വേദിയിലുള്ള Yeah. ഈ വേദിയിലുള്ള പ്രിയമുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ കൂടുന്ന ഈ കേന്ദ്ര കമ്മിറ്റി യോഗം ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയതിന് ശേഷമുള്ള ആദ്യമായ യോഗമാണ്. ഈ ഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്കും CCക്കും വേണ്ടി കേരളത്തിലെ ജനങ്ങളെ, പുരോഗമന വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, കഴിഞ്ഞ കാല LDF ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുന്നതിനും ഇന്ത്യക്കാകെ മാതൃകയായ ഒരു ഗവൺമെൻറ് പ്രവർത്തനം നടത്തുന്നതിനും ഉജ്ജ്വലമായ വിജയം നൽകിയതിന് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. The reason why I'm saying that the people of Kerala will also have to show the people of the country a direction like you have done from 1957 by electing the EMS Namboothiri Path government is because we are going through a very complex situation today in our country. As we are meeting here today, the BJP National Executive is meeting in New Delhi. They have already adopted a resolution saying that the demonetization that has been done by Prime Minister Modi has been very successful and yielded results. And they are trying to mislead through their propaganda machinery
not bringing to the fore the actual problems being faced by crores and crores of our brothers and sisters as a result of this move by this government. അഭിനന്ദിക്കുന്നതിന് കാരണം പ്രധാനമായിട്ട് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ടാണ്. 1957 ഗവൺമെൻറ് മുതൽ ഇന്ത്യക്കാകെ മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് CPIM-ൻ്റെ CC കൂടിക്കൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഡൽഹിയിൽ BJP-യുടെ ദേശീയ സമിതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഇന്ന് ചർച്ച ചെയ്തൊരു കാര്യം കഴിഞ്ഞ നാളുകളിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയ കറൻസി പിൻവലിക്കൽ തീരുമാനത്തെ സംബന്ധിച്ചാണ്. കറൻസി പിൻവലിക്കാനുള്ള തീരുമാനം ഏറ്റവും മെച്ചപ്പെട്ടതാണെന്നും ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ടാക്കിയെന്നുമാണ് BJP-യുടെ വിലയിരുത്തൽ. അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങളും അവരുടെ പ്രചരണ രീതികളും ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ദുരിതത്തിലും ദുഃഖത്തിലും ആഴ്ത്തിയ ഈ തീരുമാനം നല്ലതാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. They have claimed today that all the 4 objectives that the Prime Minister has detailed for this demonetization have all been successful. The first of the claim that they have made today is that they have been able to collect all the black money. The Prime Minister himself told all of us during the 2014 election campaign that 90% or more of the black money in India is parked in tax havens abroad in foreign banks. Not one of the person who has accounts in these foreign banks has been proceeded against. The Prime Minister has the list provided by the Switzerland authorities, but he is not moved to prosecute a single one of them. So what he is talking about recovering black money is some black money which is about 5 to 6% kept in currency notes here. But what is this recovery? The BJP National Executive Resolution today accepts that almost all of the money demonetized has now come back into the banks. So what does this mean? It is not black money that has been confiscated. It is black money that has been permitted to turn into white money, into legal money. Today we have time till 31st March. Though they are not allowing people to change old notes, but they announce that they will allow them to change old notes. And if all that old notes come back by 31st March, more money may come back to the banks than what has been demonetized. What does that mean? All the counterfeit money has become legal. So black money has become white, counterfeit money has become legal, and that is the achievement of this, completely opposite of what the Prime Minister claimed. ഇന്ന് കൂടിയ യോഗത്തിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു 4 ലക്ഷ്യങ്ങളായിരുന്നു പ്രധാനമന്ത്രി മോഡി ഈ മണി മോണിറ്റൈസേഷൻ തീരുമാനിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. അത് 4ഉം കൃത്യമായി നടപ്പിലായി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒന്നാമതായിട്ട് അവർ പറഞ്ഞു കള്ളപ്പണം, ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ കള്ളപ്പണവും, ഇന്ത്യയിലുണ്ടായിരുന്ന മുഴുവൻ കള്ളപ്പണവും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് പറഞ്ഞത് 2014 അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ 90% വിദേശത്താണ്, വിദേശ ബാങ്കുകളിലാണ്, അങ്ങനെയുള്ള പല സ്ഥലത്തും സൂക്ഷിച്ചിരിക്കുകയാണ്, അത് തിരിച്ചു പിടിക്കുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലത്ത് ഒരൊറ്റ കേസ് പോലും, ഒരു വിദേശത്തു നിന്നുള്ള ഒരു പണവും പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല, ഒരാളെ പോലും പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കള്ളപ്പണം പിടിച്ചെടുത്തത് എന്ന് പറയുന്നത്? കള്ളപ്പണം ശരിയാണ്, 5-6% കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിലായിരിക്കാം, പക്ഷേ ബാക്കിയൊക്കെ അല്ലാത്ത രൂപത്തിലാണ്. ഇവിടെ BJP-യുടെ സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത് ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായി കറൻസി ക്യാൻസൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളിലേക്ക് ആ പഴയ നോട്ടുകളെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞുവെന്നാണ്. അവർ പിടിച്ചെടുത്തിട്ടില്ലെങ്കിലും കള്ളപ്പണം എല്ലാം തിരിച്ചു വന്നു. പക്ഷേ കണക്കുകൾ കാണിക്കുന്നത് 31-ാം തീയതി മാർച്ച് 31 വരെയുള്ള കള്ളപ്പണം തിരിച്ചു വരാനുള്ള കറൻസി നോട്ടുകൾ തിരിച്ചു വരാനുള്ള ആ സമയമനുസരിച്ച് ഞാൻ സംശയിക്കുന്നത്, ആശങ്കപ്പെടുന്നത് ഒരുപക്ഷെ കൂടുതൽ പണം ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണം തിരിച്ചു വന്നേക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. അതിൻ്റെ അർത്ഥം നാട്ടിലുണ്ടായിരുന്ന കള്ളപ്പണമൊക്കെ വെള്ളപ്പണമാക്കി മാറ്റാനാണ് ഈ നയം കാരണം കഴിഞ്ഞത്. കള്ളനോട്ടുകൾ വെള്ളനോട്ടുകളായി നിയമപരമായ നോട്ടുകളായി മാറ്റി. കള്ളപ്പണം വെള്ളപ്പണമാക്കുകയും അത് നിയമപരമാക്കുകയും
കള്ളനോട്ടുകളെ കള്ളനോട്ടടിച്ചതിനെല്ലാം ശരിയായ നോട്ടായിട്ട് അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഈ നയം വഴി BJP ഗവൺമെൻറ് ചെയ്തത്. Even if we accept what the BJP is claiming is true, if all the money has come back into the banks, why are people not being allowed to withdraw money from their own accounts, from their own money? Why is there no money in the ATMs from where people cannot withdraw? So we are demanding of the government, the Central Committee has decided that we will launch a movement all over the country saying immediately withdraw the restriction on people to withdraw their own money from their bank accounts, and that must be done immediately. Even if you accept that this is a success, then this is the first step that this government must do. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനത്തിന് എല്ലാ പണവും വന്നു, എല്ലാ പ്രശ്നവും പരിഹരിച്ചെങ്കിൽ ജനത്തിനെ എന്തുകൊണ്ടാണ് പണം പിൻവലിക്കാൻ അനുവദിക്കാതിരുന്നത് ഈ ഗവൺമെൻറ്? ഇന്ത്യയിലാകെയുള്ള ATMകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ജനങ്ങൾക്ക് അവർ അധ്വാനിച്ച് ബാങ്കിലിട്ട പണം പിൻവലിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതിന് ഗവൺമെൻറ് മറുപടി പറയണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു, ദേശവ്യാപകമായി അവനവൻ അധ്വാനിച്ച് ബാങ്കിലിട്ടിരിക്കുന്ന പണം പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതിനുവേണ്ടി ദേശവ്യാപകമായി ഒരു പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. Today they have also claimed that demonetization has not adversely affected the Indian economy. They have claimed that the growth rate in the country is 7.1%, only slightly less than 7.5% in spite of demonetization. And this is therefore going to boost the economic growth in the future. But like everything else this BJP government is doing, there is a sleight of hand in this argument. The GDP growth has been calculated only for 1/2 of last year. Normally, the budget is presented end of February. They have advanced the budget presentation to beginning of February. So instead of counting the economy's performance for 3 quarters, that is for 9 months, they have counted only for 6 months. These figures are before the demonetization began. And on that basis, they are claiming that their GDP rate has not been affected. But if you add the next 3 months, that is October, November, December, then the real effect of the fall in the GDP will be known. That is what they are trying to conceal. Again, a very sophisticated type of cheating that the government is doing. ഇന്ന് BJP അവരുടെ പ്രസ്താവനയിൽ വലിയൊരു അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ഈ കറൻസി പിൻവലിക്കൽ തീരുമാനം വഴി ദേശീയ വരുമാനത്തിനകത്ത് ഇടിവുണ്ടായിട്ടില്ല, പിന്നോട്ട് പോയിട്ടില്ല എന്ന്. ദേശീയ വരുമാനം ചെറിയൊരു ശതമാനം, 7.5 എന്നാണ് നേരത്തെ പറഞ്ഞത്, അതിനേക്കാളും ചെറിയൊരു ശതമാനം കുറവേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് കള്ളപ്പണം പിടിക്കാനുള്ള ഈ ശക്തമായ തീരുമാനം ഗുണം ചെയ്തു എന്നാണ്. പക്ഷേ ഇതിനകത്തൊരു കള്ളക്കളിയുണ്ട്. സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തോടുകൂടി കഴിഞ്ഞ നാളുകളിലെ കഴിഞ്ഞ 9 മാസത്തെ കണക്കെടുത്തുകൊണ്ടാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു 6 മാസം മാത്രമേ ഇപ്രാവശ്യം എടുത്തുള്ളൂ. ആ 6 മാസം എന്ന് പറഞ്ഞാൽ നവംബർ 8 തീരുമാനത്തിന് മുമ്പുള്ള 6 മാസമാണ്. അതുകൊണ്ട് തന്നെ നവംബർ 8 ശേഷം ഈ മണി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള 3 മാസക്കാലത്തെ കണക്കെടുക്കാതെ പഴയ കണക്കെടുത്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. അടുത്ത ഈ 3 മാസത്തെ കണക്ക് കൂടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ നല്ല ഇടിവുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. Now they are claiming, the Commerce Minister has announced today, since all the money has come back to the banks, this money will be used to implement the welfare schemes to the poor that the Prime Minister has announced. Number one, this money is not the government's money. This money is the people's money. The government cannot use it the way they're claiming they'll use it. And number two, even if this money were to be used for these welfare schemes, it belongs to individuals who have deposited back into the bank. Now this is the fraud that this government is doing. They claim today that demonetization has not affected economic growth because tax returns have come back and they have very good tax revenue in the country. Why is this tax revenue good?
because all the black money has been deposited as advance tax by the people who hold black money, and all that has become converted into white, and the government claims that as an achievement. ഈ പണം ബാങ്കുകളിൽ തിരിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നൊരു മറ്റൊരു അവകാശവാദം, ഈ പണം സാമൂഹ്യ വികസന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ്. പക്ഷെ ഒന്നാമത് അവരൊരു കാര്യം മനസ്സിലാക്കണം, ഗവൺമെൻറ് ഈ പണം ഗവൺമെൻറ്റിൻ്റെ പണമല്ല, ജനങ്ങൾ കൊണ്ട് ബാങ്കിൽ തിരിച്ചിട്ട് പണമാണ്. ആ പണം ഇഷ്ടം പോലെ എടുത്തിട്ട് ഗവൺമെൻറ് ചിലവാക്കാൻ കഴിയില്ല. അഥവാ അതിൽ കുറച്ച് പണം ഗവൺമെൻറ് എടുത്ത് ഉപയോഗിച്ചാലും ആ പണം തിരിച്ച് ഈ വ്യക്തികൾക്ക് അവരുടെ ഡെപ്പോസിറ്റ് എന്ന നിലയിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത് അവർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ നയം കാരണം ടാക്സിന് വഴിയുള്ള വരുമാനം കൂടിയെന്നാണ്. ടാക്സ് വഴിയുള്ള വരുമാനം യഥാർത്ഥത്തിൽ കൂടിയത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് കൂടുതൽ ടാക്സ് അടയ്ക്കാനൊരു പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചവർ അടച്ച പണം കൊണ്ടാണ്, ആ ടാക്സ് കൊണ്ടാണ് ടാക്സ് കൂടിയിരിക്കുന്നത്. All the claims made by the government today remind me of a short story in my language, Telugu. Many years ago, I think I've related it in Kerala, but I think it's time to repeat it. This is a story about a ordinary worker who works in a enterprise, a factory. He collects his monthly wage and he goes and sits in the local bus to go back to his village carrying all his monthly wages. In the bus, the conductor in the olden days asks him for the ticket, and when our friend puts his hand in his pocket to take out his monthly wage that he earned to pay for the ticket, he suddenly finds that somebody has picked his pocket and there is no money with him. So there was a pocket thief who has picked his pocket. He doesn't have money. The conductor says, either you buy the ticket or you get down from the bus, otherwise the bus will not go forward. He stops the bus. In the bus there are other workers who have got their monthly wages and they are eager to go home. So there is tension in the bus that is growing. So other passengers tell our friend, you get down from the bus and let us go home. At that time, one passenger in the bus tells the conductor, I will buy his ticket. You please let the bus go so that we can all go home. So story ends with this question. In this Kali Yugam, who is this Mahanubhava who is paying money from his pocket for somebody else's ticket? Who is this Mahanubhava? The same pocket thief who borrowed his pocket or who stole the money in the first place. He steals 50,000 rupees, pays 5 rupees for the bus ticket, and that is Mr. Narendra Modi and his government. With this demonetization, they have ruined the lives of millions of our people, and now they come and claim that with this money we will give you new benefits. ഈ അവകാശവാദങ്ങളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ തെലുങ്കിലുള്ള ഒരു ചെറുകഥയാണ് ഓർമ്മ വരുന്നത്. ആ കഥ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. സാധാരണ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ തൊഴിലാളി, അയാളൊരു ചെറിയ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. മാസത്തിലാണ് അയാൾക്ക് ശമ്പളം കിട്ടുക. മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരുമിച്ച് ശമ്പളം കിട്ടിയിട്ട് അയാൾ അത് മേടിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് എന്നും പോകുന്നത് പോലെ പോകും. ഒരു ദിവസം ശമ്പളം കിട്ടിയപ്പോൾ അദ്ദേഹം ഇതുപോലെ ബസ്സിൽ കയറി. 15,000 രൂപയുണ്ട് അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയത്. പക്ഷേ ബസ്സിൽ കയറി കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കാൻ വന്നു. ടിക്കറ്റ് ചോദിക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പേഴ്സില്ല. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അയാളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ ബുദ്ധിമുട്ട് പറഞ്ഞു. കണ്ടക്ടർ ബസ് ബെല്ലടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ബസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബാക്കി തൊഴിലാളികൾ ഇതുപോലെ ഉണ്ട്, അവരും അക്ഷമരായിട്ടിരിക്കുക. അവർ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഈ വണ്ടിക്കകത്തൊന്ന് ഇറങ്ങിയാലേ പറ്റൂ, ഞങ്ങൾക്ക് പോകണം. അതേസമയം ആ വണ്ടിക്കകത്തൊരു പോക്കറ്റടിക്കാരനുണ്ടായിരുന്നു. അയാൾ ഈ പൈസ എടുത്ത് പോക്കറ്റിൽ വെച്ചതുകൊണ്ടാണ് വണ്ടി പോകാതിരുന്നത്. അപ്പോൾ മറ്റു തൊഴിലാളികളെല്ലാം ഇയാൾ ഒറ്റപ്പെടുത്തി പുറത്തിറങ്ങാൻ പറഞ്ഞ സമയത്ത് ഈ പോക്കറ്റടിക്കാരൻ മാന്യമായിട്ട് അപ്പം തന്നെ എണ്ണിച്ചെന്ന് പറഞ്ഞു. അയാൾ പോക്കറ്റടിക്കാരനാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കണ്ടക്ടറോട് പറഞ്ഞു, ഈ പാവത്തിൻ്റെ ടിക്കറ്റ് ഞാൻ എടുക്കാം, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകണം. എല്ലാവരും ഈ മാന്യനായ മനുഷ്യനെ പുകഴ്ത്തി. അതേപോലെയാണ് ഈ കലിയുഗത്തിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു പോക്കറ്റടിക്കാരൻ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ആരാണ്? അത് ജനങ്ങളുടെ പോക്കറ്റടിച്ച് അവർക്ക് ചില സൗജന്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അല്ലാതെ മറ്റാരുമല്ല. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Today, crores of our people have lost their livelihood. All our daily wage workers, our agricultural labor, our farmers,
there's a very sharp rise in distressed farmer suicides by nearly 32% since this Modi government has come into office. 32% it has increased. The farmers today, where they have harvested, they are selling their product at 1/2 the price of the minimum support price because the Food Corporation of India doesn't have cash to pay them. The farming operations in Punjab and Haryana have been severely affected, and there's a reverse migration of agricultural labor who usually come from Bihar and UP to work in the agricultural season in Punjab and Haryana. In all our small factories, particularly in our export-oriented factories, textile, leather, your jewelry, in the first 1 week after demonetization, 4 lakh people lost their jobs. 32 million people today work in these 3 sectors on daily wages or weekly wages. All of them are ruined. Your rural employment guarantee scheme, the funds for that have been starved, so there is no way in which people can find some relief there. There's been a severe drought in North India earlier parts of this year. Now in South India, severe drought is taking place. More than 100 people have died out of distress in your neighboring state of Tamil Nadu. And for them, there is no relief. In this situation, when we say, waive the loans of our farmers, give them a debt waiver, this Modi government will not do. When you say you compensate more than 100 people who died in the lines in the banks and in the ATMs to withdraw their own money, for those families there is no compensation. But this Modi government in the last 2 years, officially they have accepted in the parliament, they have waived the loans of big corporates in our country. Officially, they have waived the loans of big corporates in our country to the tune of 1,12,078 crores. 78 crores is enough to waive the debt relief of our farmers. They will waive 1,12,078 crores for the corporates and the rich who have looted our banks, but for the poor people, this is the misery that they are imposing. This is a state of affairs that we cannot tolerate. That is why the CPM Central Committee has decided that the nationwide protest actions and call against this will be organized. We'll talk to the other left parties. We'll talk to the others also who are willing to come. But this state of affairs cannot be tolerated, and the protest actions against this government must and will be intensified in the days to come. ഈ നയങ്ങളുടെ ഭാഗമായി കോടിക്കണക്കിന് ജനങ്ങൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, മറ്റ് മേഖലകളിലെ തൊഴിലാളികൾ എല്ലാം വളരെ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കർഷക ആത്മഹത്യ വീണ്ടും വർദ്ധിച്ചു വരുന്ന പ്രവണത കാണിക്കുകയാണ്. 32% കൃഷിക്കാരുടെ ആത്മഹത്യ 32% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. കൃഷിക്കാർക്ക് പണം കൊടുക്കാൻ ഈ ഉൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ ശേഖരിക്കുന്ന കോർപ്പറേഷനുകളുടെ പണമില്ലാത്തതുകൊണ്ട് ധാന്യങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല. ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ടും കൃഷി കൃത്യമായി നടക്കാത്തതുകൊണ്ടും കർഷക തൊഴിലാളികൾക്ക് വലിയ തോതിൽ പണി നഷ്ടപ്പെടുന്നു. ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കുമൊക്കെ കൃഷിക്ക് പോകുന്ന കർഷക തൊഴിലാളികൾക്ക് പണി കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടാകുന്നു. തുണി മില്ലിൻ്റെ മേഖലയിലും തുകൽ വ്യവസായത്തിലുമായി 4 ലക്ഷം പേർക്കാണ് ഈ പുതിയ തീരുമാനം വന്ന ഘട്ടത്തിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടത്. 32 ദശലക്ഷം ആളുകൾ ഇന്ത്യയിൽ തൊഴിലാളികൾ, അവർ ആഴ്ചയ്ക്ക് കൂലി കിട്ടുന്നവരോ ദിവസേന കൂലി കിട്ടുന്നവരോ ആണ്, ദിവസക്കൂലിക്കാരോ ആണ്. അവരെ ആകെ ഈ പുതിയ നയം, ഈ കറൻസി പിൻവലിക്കൽ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഇത് വളരെ ഗുരുതരമായ അവസ്ഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുവിൽ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് വലിയ വരൾച്ചയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തന്നെ 100-ലധികം പേര് വരൾച്ച കാരണം മരിച്ചു. അവർക്ക് ഉൾപ്പെടെ കൊടുത്ത നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. കൊടുത്ത നഷ്ടപരിഹാരം മേടിക്കാൻ, ആളുകൾ മരിച്ചതിനുള്ള നഷ്ടപരിഹാരം മേടിക്കാൻ തന്നെ ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ എടുത്തിട്ടുള്ള കടം
എന്തെങ്കിലും കടാശ്വാസ പദ്ധതി വഴി കടം എഴുതി തള്ളാൻ ബാങ്കുകൾക്ക് പദ്ധതിയില്ല, അങ്ങനെയും ജനങ്ങളെ സഹായിക്കുന്നില്ല. എന്നാൽ ഇതേ ഗവൺമെൻറ് മറുവശത്ത് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് 1,12,078 കോടിയാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് എഴുതി തള്ളിയിരിക്കുന്നത്. 1,12,078 കോടി എഴുതി തള്ളുന്നതിന് പകരം കേവലം 78 കോടി എഴുതി തള്ളിയാൽ കർഷകർക്ക് കടാശ്വാസമായേനേം എന്നുള്ള കാര്യം ഈ ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദേശവ്യാപകമായി അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ മറ്റു പാർട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് കേന്ദ്ര കമ്മിറ്റി ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. What the Modi government is trying to do today is that nearly 11 lakh crores of rupees that have been looted by the corporates, big corporates, the top 10 corporates in our country, owe our banks more than 7 lakh crores of rupees as loans they have taken which they are not returning. The total is nearly 11 lakh crores. Instead of prosecuting them, instead of confiscating their properties and returning the money to the common people from whose accounts this money has been taken, this Modi government is prohibiting common people to withdraw money from their own hard-earned earnings that they deposited in the bank. They are saving the banks not by going after the rich who have looted the country, but by penalizing the poor to pay for the loot of the rich. And that is the manner in which this government is trying to make our banks healthy. This is nothing but enriching the rich and impoverishing the poor. Already in these 2 years, before Narendra Modi became the Prime Minister, 1% of Indian people, the rich people, the shining India people, 1% of Indian people controlled 43% of our GDP. Today, 2 years later, 1% of our people control nearly 59% of our GDP. That is the result of this Modi government's policies, enriching the rich and impoverishing the poor. മോഡി ഗവൺമെൻറ് 11 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ വൻകിട കുത്തക കമ്പനികൾക്ക് ബാങ്കുകളിൽ നിന്നൊക്കെ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്, അവരുടെ കൊള്ളയെ അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 കുടുംബങ്ങൾ, 10 കോർപ്പറേറ്റ് കമ്പനികൾ 7 ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അത് തിരിച്ചടയ്ക്കുന്നതേയില്ല. അവരെ പിടിച്ച പണം തിരിച്ച് കിട്ടുന്നതിന് പകരം മോഡി ഗവൺമെൻറ് ചെയ്യുന്നത് പാവപ്പെട്ട ആളുകൾ അവർ അധ്വാനിച്ച് സമ്പാദിച്ച് അവരുടെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണം കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. കൊള്ളയടിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നില്ല, പകരം പാവപ്പെട്ട ആളുകളെ ദുരിതത്തിലാഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ സമീപനം. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക എന്നുള്ള സമീപനം തന്നെ തുടരുന്നു. ദരിദ്രരെ കൂടുതൽ ദുരിതത്തിലേക്ക് ആക്കുന്നു എന്ന ആ അവസ്ഥ തുടരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മോഡി ഗവൺമെൻറ് വന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള സാമ്പത്തിക രംഗം ഒന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. 2 വർഷം മുമ്പ് മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 1% ആളുകൾ, അവർക്ക് ഇന്ത്യയിലെ ആകെ സ്വത്തിൻ്റെ 43% അവരുടെ സ്വന്തമായിരുന്നു. എന്നാൽ ഈ 2 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ 1% ആളുകളുടെ ആകെ ഇന്ത്യയിലെ സ്വത്ത് 59%. 43% സ്വത്തിൽ നിന്ന് 59%ത്തിലേക്ക് ഇന്ത്യയിലെ 1% എത്തിക്കുന്ന ഷൈനിങ് ഇന്ത്യ, തിളങ്ങുന്ന ഇന്ത്യ എന്ന നയമാണ് ഇവർ നടപ്പിലാക്കുന്നത്. When people's discontent may turn into a political movement against the Narendra Modi government, in order to prevent that, the RSS and the BJP have a standard formula, that is to divert people's attention by sharpening communal polarization. And that is exactly what we are seeing today that they are trying to do in Kerala. Ever since the last assembly elections, in fact the day the results were being announced in Comrade Pinarai's constituency, that victory procession was attacked with bombs which claimed the lives of one of our comrades. 7 of our comrades have laid down their lives and become martyrs to the violence unleashed by the RSS and the BJP. And they continue with this violence because they think
through this, they can destabilize the LDF government, and on that basis, they will be able to make greater inroads into our country, into Kerala. ജനങ്ങളുടെ ഈ ദുരിതവും അവരുടെ വറുതിയും അതിശക്തമായ പ്രതിഷേധമായി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുമെന്ന് ബി ജെ പിക്ക് അറിയാം. അത് തടയാൻ വേണ്ടി ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നത് ജനങ്ങളെ വിഘടിപ്പിക്കുവാൻ വർഗീയത ശക്തിപ്പെടുത്തിക്കൊണ്ട് വർഗീയ നയങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്കെല്ലാം അറിയുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ തന്നെ പിണറായിയുടെ മണ്ഡലത്തിൽ തന്നെ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനകത്തേക്ക് ആക്രമിച്ചു വന്ന് ബോംബെറിഞ്ഞ് അവിടെ ഒരു സഖാവിനെ കൊലപ്പെടുത്തിയ അക്രമമടക്കം കേരളത്തിന് മുന്നിൽ വന്നതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 7 സഖാക്കളെ ഇതേപോലെ RSSകാർ കൊല ചെയ്യുകയുണ്ടായി. രക്തസാക്ഷികളായ 7 സഖാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് വന്നു. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് അവർ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമ പരിപാടികളിൽ കൂടി വർഗീയതയിൽ കൂടി കേരളത്തിനകത്ത് അവർക്ക് മുന്നേറാമെന്നുള്ള മിഥ്യാധാരണയുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Kerala today is the symbol of our country's unity and integrity. It is not only pride of Kerala, but is the pride of all of us, the whole of India, that here is a state where you seldom hear of any communal strife or conflict or even tensions. For centuries, people of different religious faith have harmoniously coexisted and developed Kerala. The first mosque in this part of the world that is called India today came into existence in Kerala, was first established in Kerala. The first church is established in these lands in Kerala. The first synagogue, the Jewish synagogue, is established in these lands in Kerala. And traditionally, this has been a very devout religious place for the Hindus here. But this has never led to tension. But it is on the contrary led to a synergy that we are proud as the left, and this red flag is proud, that we could synergize all this to create a state and people who today match in human development indices the best in the world and even go above what you have in Europe and many countries. That stability and that harmony in Kerala is what is sought to be today disrupted for the petty gains of the RSS, BJP and the communal forces. And that is a challenge to you all and all of us in Kerala and for all of us in India. So it's not only economic misery that this government is heaping, but this government is also taking us on a path of fratricide and conflict, whereby the unity and integrity of our country itself is under very big threat. കേരളം ഇന്ത്യക്കാകെ ഒരു സിമ്പലാണ്, ഒരു മാതൃകയാണ്. അത് വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ഐക്യം, അഖണ്ഡത, മതേതരത്വം തുടങ്ങിയ കാര്യങ്ങൾക്കാകെ കേരളം രാജ്യത്തിനാകെ മാതൃകയാണ്. നൂറ്റാണ്ടുകളായി ജനങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഭൂമിയാണ് ഈ കേരളം. ഈ കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഈ കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി, ചർച്ച് സ്ഥാപിക്കപ്പെട്ടത് ഈ കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജൂത വിഭാഗത്തിൻ്റെ സിനഗോഗ് സ്ഥാപിക്കപ്പെട്ടതും ഇതേ കേരളത്തിലാണ്. ഈ കേരളം പൗരാണികമായി ഹിന്ദു മതവിശ്വാസികളുടെ ആത്മീയ തലത്തിലും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയും കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ്. ഈ കേരളത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഐക്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ, ഇന്നും തുടരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ചുമന്ന കൊടി ഇതെല്ലാം സാംശീകരിച്ചുകൊണ്ടും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു നാടാണ്. ഇങ്ങനെയുള്ള കേരളത്തിൽ തങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ കേരളത്തിൻ്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ഒക്കെ അതിശക്തമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യക്കാകെ മാതൃകയാകുക എന്നുള്ള ഉത്തരവാദിത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുക്കും. That's why today, if the communal forces, the RSS, they try to threaten the unity of the people of Kerala, if they try to destabilize this left and Democratic Front government, because they know it is the left and the CPIM which is the most consistent
opposition to their policy, their politics of communalism and their anti-people policies, economic policies, and their surrender to imperialism. It is the left that consistently fights, and that is why the RSS, BJP want to target this left. But let them be told once again, you have answered them in the last assembly election. But we should continuously keep telling them, the more you try to disrupt the unity of the people of Kerala, the more united the people of Kerala will come together, and under this red flag, we'll defend the country's unity, we'll defend Kerala's unity, and we'll defeat the RSS BJP machinations. ഈ ജനങ്ങളുടെ ഈ ഐക്യവും അഖണ്ഡതയും തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ CPM-ന് നേരെയും LDF-ന് നേരെയും അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത്. അവർക്ക് കൃത്യമായി അറിയാം, ഇടതുപക്ഷമാണ്, CPIM ആണ് ഈ ഐക്യം നിലനിർത്തുന്നത്. അവർ BJP-യുടെ നയങ്ങളായ സാമ്രാജ്യത്തിൻ്റെ പിന്നാലെ നടക്കുന്ന സാമ്രാജ്യത്വ പ്രകടന നയങ്ങളും മുതലാളിത്ത നയങ്ങളും ജനവിരുദ്ധ നയങ്ങളും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമം അവർ നടത്തുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ BJP-യെ അവരുടെ വർഗീയതയ്ക്കെതിരായിട്ട് നല്ലൊരു പാഠം പഠിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് അവർ വീണ്ടും ആ പ്രവർത്തനം ചുരുക്കുന്നില്ല. ആ പ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ജനങ്ങളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം ഒരു കാര്യം BJP-യും RSS മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജനങ്ങളെ വിഘടിപ്പിക്കുവാനും ജനങ്ങളുടെ ഐക്യം തകർക്കുവാനും ജനങ്ങളുടെ ഇടയിൽ കലാപഴിച്ചുവിടാനും ശ്രമിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, മതേതരത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരും. അതിന് ഈ ചുമന്ന കൊടി ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ ശക്തമായി നേതൃത്വം കൊടുക്കും. That is why today, if the BJP RSS feel that there is no challenge to them, remember, they are today in a mood to think that Narendra Modi, like Lord Rama did in the Ramayana, has now started a Ashwamedha Yajna. You know what an Ashwamedha Yajna is? When the king, he lets loose a white horse, Ashwamedha Yajna, lets loose a white horse. Wherever the white horse runs, he declares that as the kingdom. If anybody stops that white horse, they'll have to fight the king. And because of the fear of fighting the king, nobody dares to stop the white horse. Mr. Modi is thinking now, and the RSS, that nobody is there to stop our white horse. They go on invoking Ramayana to get their votes. They forget that in the Ramayana also, Rama conducted an Ashwamedha Yajna. And that white horse of Rama's Ashwamedha Yajna was stopped in the Ramayana. And who stopped them? Two twins, Lava and Kusha. Lava Kusha stopped Rama's white horse. Please, RSS and Narendra Modi, remember, like Lava Kusha twins stopped Rama's horse in Ramayana, in today's India and contemporary politics, there are two twins you find on the red flag, the workers' hammer and the Kisan sickle. This hammer and sickle are the twins that are going to stop this march to destroy India that you are embarking on.